അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളെല്ലാം, നബി ചെയ്തുകൊണ്ടിരുന്ന നിത്യജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം സുന്നത്തുകളായി നമ്മൾ കൊണ്ടു നടക്കുന്നവരാണ്. കനാള സുന്നികൾ എന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ടതായ ഹദീസുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നബി തങ്ങൾ തല മറച്ചിരുന്നു, തൊപ്പി ധരിക്കുകയും അതിന്റെ മുകളിൽ തലയെ കെട്ടുകെട്ടുകയും ചെയ്തിരുന്നു എന്നൊക്കെ ഹദീസുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണെന്ന് വാദിക്കുന്ന മുജാഹിദുകൾ ഭൂരിഭാഗം പേരും തല മറക്കുന്നതായി കണ്ടിട്ടില്ല. അപ്പൊ അവരോട് ഒരിക്കൽ സംവദിക്കാനിടയായപ്പോ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ തല മറക്കുന്നില്ല? അപ്പൊ അവർ തന്ന മറുപടി, തല മറക്കുക എന്നത് ഇസ്ലാമികമായ സുന്നത്തല്ല, അത് ആ നാട്ടിലെ വേഷവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് നബി തലമറച്ചതെന്നാണ്. മറ്റു ഹദീസിലുണ്ടെന്ന് അവർ പറഞ്ഞു, ഒരു സഹാബി തലമറക്കും തലയെക്കെട്ട് നിലത്തൂരി വെച്ചുകൊണ്ടിരിക്കാൻ നിസ്കരിച്ചു. അത് കണ്ട് മറ്റൊരാൾ ചോദിച്ചു, എന്തെങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ വെട്ടികളായ നിങ്ങളിതൊരു സുന്നത്തായി കണക്കാക്കാതിരിക്കാൻ വേണ്ടിയാണ് തലമറക്കാൻ നിസ്കരിച്ചത് എന്നാണ് പറഞ്ഞത്. ഈ പറഞ്ഞതിൽ എന്ത് വാസ്തവമാണുള്ളത്? തലമറക്കൽ ഇസ്ലാമിക ശരിയല്ലേ? അതോ നബിയുടെ ആ നാട്ടിലെ ആദത്തായിട്ടാണോ നമ്മൾ തലമറക്കുന്നത്? നബി തലമറക്കാൻ കൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് സംശയം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തലമറക്കുക എന്നത്, പ്രത്യേകിച്ച് നിസ്കാരത്തിൽ തലമറക്കൽ പുണ്യമാണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഒന്നടങ്കം പറഞ്ഞതാണ്. അല്ലാതെയും ഭംഗിക്ക് വേണ്ടിയും തലമറക്കൽ പ്രത്യേകം നല്ലതാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കിതാബുൽ ഉമ്മിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇമാം നവവി റൗളയിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു അൽ ഹൈതമി ഈ തുഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഹനഫി മദ്ഹബിലെ ഇബ്നുൽ ഹുമാം ഫത്ഹുൽ ഖദീറിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എല്ലാ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും തല മറച്ചുകൊണ്ട് തലമറച്ച് നിസ്കരിക്കുമ്പോൾ തലമറക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമറച്ച് മാത്രമേ നിസ്കരിച്ചിട്ടുള്ളൂ എന്ന ഹദീസ് ഇമാമിയങ്ങൾ നിസ്കാരത്തിൽ തലമറക്കാൻ പ്രമാണമായി സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തലമറക്കലിന്റെ മഹത്വം പറയുന്ന ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അത് കൂടിച്ചേരുമ്പോൾ ഒന്നിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അത് ഹസനിന്റെ സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തലമറക്കൽ പ്രത്യേകം നല്ലതാണ് എന്ന് പ്രമാണങ്ങളിൽ നിന്ന് ബോധ്യമാവുന്നുണ്ട് എന്ന് പ്രത്യേകം ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇബ്നു അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കേരളത്തിലെ മുജാഹിദുകൾ ഏറ്റവും അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനാണ് അൽബാനി, നാസിറുദ്ദീൻ അൽബാനി. അദ്ദേഹത്തിന്റെ തമാമുൽ മിന്ന എന്ന കിതാബില് തല മറക്കാതെ നിസ്കരിക്കൽ മോശമാണെന്നും കറാഹത്താണെന്നും അത് ഈ യൂറോപ്യൻ സംസ്കാരമാണെന്നും അത് ഉപേക്ഷിക്കേണ്ടതാണെന്നും പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ കേരളത്തിലെ മുജാഹിദുകൾ വളരെ കൂടുതൽ ആദരിക്കുന്ന വേറൊരു പണ്ഡിതനാണ് ഷൗക്കാനി. അദ്ദേഹത്തിന്റെ നൈലുൽ ഔതാറില് തലമറക്കല് പ്രത്യേകം പുണ്യമാണെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അതിൽ തന്നെ പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് സ്വാലിഹീങ്ങളുടെയും മുൻഗാമികളുടെയും ചര്യ കൂടിയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തലമറക്കൽ ഇസ്ലാമിൽ പ്രത്യേകിച്ച് നിസ്കാരത്തിൽ അത് തലമറക്കൽ പ്രത്യേകം പുണ്യമാണെന്ന് സുന്നത്താണെന്നതിന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ ഹദീസിന്റെ തലയും വാലും അറിയാതെ, അപ്പുറം ഇപ്പുറം അറിയാതെ കണ്ടവും മുണ്ടവും ഒക്കെ ഉദ്ധരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരോട് ഒരു ഹദീസ് ആണെങ്കിൽ അത് വ്യക്തമായി കൊണ്ടുവരാൻ പറയുക.
ഏത് ഹദീസാണ് എങ്ങനെയാണെന്നൊക്കെ പറയാ, അല്ലാതെ അവിടുന്ന് ഇവിടുന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഏതെങ്കിലും ഹദീസ് ഉണ്ടെങ്കിൽ അഥവാ ഹദീസ് വന്നതിനെ നമ്മൾ അത് എന്താണ് അതിന്റെ വിശദീകരണമെന്ന് മഹത്തുക്കളായ ഇമാമിങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് പരിശോധിച്ചിട്ട് ആണ് അതിൽ വിഷയം പറയേണ്ടത്. എവിടെന്നെങ്കിലും ഒരു കഷ്ണം ഹദീസ് കാണുമ്പോഴത്തേക്ക് നിയമം പറയലല്ല. ഇസ്ലാമിൽ ഒരു നിയമം പറയണമെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ നസ്സുകളും അഥവാ ഖുർആനും ഹദീസുകളും അതുപോലെ അതിൽ വന്ന പണ്ഡിത അഭിപ്രായങ്ങളും ഇജ്മാവും ഇഖ്തിലാഫും ഒക്കെ അറിഞ്ഞതിന് ശേഷം ഒരു ഗവേഷണ യോഗ്യതയുള്ള പണ്ഡിതന് മാത്രമേ അതിൽ വിധി പറയാൻ പറ്റൂ. കഷ്ണവും മുറിയും കൊണ്ട് വിധി പറഞ്ഞാൽ മുറിവേജ നാളെ കൊള്ളും എന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അത് ഇസ്ലാമിൽ വിവരമില്ലാത്തവർ മതം പറയൽ ഇസ്ലാമിൽ ഇജ്മാ കൊണ്ട് ഹറാമാണ്. അസ്സലാമു അലൈക്കും. അതിന്റെ മറുപടി കേട്ടു. അപ്പോ ഇവര് ഇങ്ങനെ ഇതിനെ എതിർത്ത സമയത്ത് ഞാൻ ഈ സലഫികളോട് പറഞ്ഞു, അലൈക്കും ബിൽ അമാഇമി, നിങ്ങൾക്ക് തലപ്പാവ് പിന്നെ ശീലമാക്കുക, നിശ്ചയം അത് മലക്കുകളുടെ അടയാളമാണെന്ന് പറഞ്ഞൊരു ഹദീസ് ഞാനോട് കേട്ടതാണ്. ആ ഹദീസ് ഞാൻ അതിലേക്ക് പോസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞത് ഈ ഹദീസിനെ പറ്റി ഞാൻ ബാക്കി പറയുന്നില്ല, അതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിട്ടാണ്, അതൊക്കെ കള്ളത്തലാണെന്ന് പറഞ്ഞു. അതിനെ കൂടുതൽ അതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഞാൻ എന്താക്കിയില്ല, ഹദീസിന്റെ അടിസ്ഥാനം നോക്കി പോയില്ല. അവരോട് ചോദിച്ചിട്ട് പറയാനുള്ളതിൽ അപ്പൊ അതിൽ ഹദീസ് ഇല്ലേ, അലൈക്കും ബിൽ അമാഇമി ഇന്നഹാ സിമാഉൽ മലായിക എന്നുള്ള ഹദീസ് അങ്ങനെ ഉള്ളത് തന്നെയാണോ അതോ വഈഫാണോ? അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബദറിൽ ഇറങ്ങിയ മലക്കുകളുടെ അടയാളം തലപ്പാവായിരുന്നുവെന്ന് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം. ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഖുർത്തുബി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തഫ്സീറുകളിലൊക്കെ കാണാവുന്നതാണ്. അലൈക്കും ബിൽ അമാഇനി എന്ന് പറയുന്ന ഹദീസ് അത് വഈഫാണെന്ന് ചിലര് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസുകള് ഫളായിലിന്റെ ബാബാകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് ധരിച്ചു എന്ന് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് അനുകരണീയമാണ്. ഇനി അതിന്റെ ഫലം പറയുന്ന ഫളായിലുകൾ പറയുന്ന ഹദീസുകൾ അഹ്ലുസുന്നയുടെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ഹദീസുകൾക്ക് ദുർബലത ഉണ്ടാകുന്നത് കൊണ്ട് ഫളായിലിന്റെ വിഷയത്തിൽ അത് പ്രശ്നമല്ല. ഫളായിലിന് ദഈഫായ ഹദീസുകൾ കൊണ്ട് അമല് ചെയ്യൽ പുണ്യമാണെന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഹദീസ് പണ്ഡിതന്മാരും അത് വിശദീകരിച്ചിട്ടുണ്ട്. നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അതിൽ ഏകോപനം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വഈഫായാലും പ്രശ്നമല്ല. രണ്ടാമത്തത്, ആ ബാബിൽ തലമറക്കലിന്റെ തലയെക്കെട്ടിന്റെ മഹത്വം പറയുന്ന ഫളായിലുകൾ പറയുന്ന ധാരാളം ഹദീസുകൾ ഉണ്ട്. അപ്പൊ അത് മൊത്തത്തിൽ അത് അസലുള്ളതാണെന്ന് മനസ്സിലാക്കി തരുന്നു. അതിനാണ് ഹസനുൽ ഐരിഹി എന്ന് പറയുക. അപ്പൊ അതിന്റെ സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് എന്നാണ് ഇബ്നു ഹൈതമി റളിയല്ലാഹു അൻഹു പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ചുരുക്കത്തിന് ഒരു ഹദീസിന്റെ പരമ്പര പരിശോധിച്ച് അത് വഈഫാണെന്ന് കാണുമ്പോഴത്തേക്ക് തള്ളുക എന്നത് ഇസ്ലാമിന്റെ ശൈലിയല്ല. അതിന്റെ എല്ലാ പരമ്പരകളും പരിശോധിക്കുകയും അത് ശക്തിപ്പെടുന്നുണ്ടോ എന്ന് നോക്കുകയും അതുപോലെ അമലിന് ഉതകുന്ന ഹദീസിന്റെ നിബന്ധനകൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. അടിസ്ഥാനമില്ലാതെ സംസാരിക്കലാണ് സുന്നത്ത് ജമാഅത്തിന്റെ നിന്ന് പുറത്തുപോയ എല്ലാവരുടെയും വിഷയം. അപ്പോ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടല്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാർ ഒന്നും സംസാരിക്കരുത്. അവരോട് അടിസ്ഥാനം വ്യക്തമാക്കാൻ പറയണം. ഇവിടെ തന്നെ ബിദ്അത്ത് എന്നും പറഞ്ഞു വരുന്ന കക്ഷികളോട് നമ്മൾ ഒരടിസ്ഥാനം ചോദിച്ചിട്ട് അവരത് വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ അടിസ്ഥാനം വ്യക്തമാക്കാൻ നമ്മൾ നിർബന്ധിക്കണം. അടിസ്ഥാനമില്ലാതെ ചർച്ച ചെയ്യാൻ കഴിയില്ലല്ലോ.
അവരേതടിസ്ഥാനത്തിലാണോ ഊന്നി നിൽക്കുന്നത് ആ അടിസ്ഥാനം അവരെ വ്യക്തമാക്കണമെന്ന് പറയണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റൂ. തലവാക്കലുമായി സംബന്ധിച്ച മറുപടി എനിക്ക് കിട്ടിയതാണ്. അപ്പൊ അതിലൊരു ചെറിയൊരു സംശയം ബാക്കിയുണ്ടായിരുന്നു, അല്ലോ ക്ഷമിക്കണം, അതുകൂടി ഞാൻ ചോദിക്കുകയാണ്. നബിതങ്ങള് ഇബ്നു റിപ്പോർട്ട് ചെയ്ത ഒരു ഇതിൽ കാണുന്നതാണല്ലോ, നബിതങ്ങള് ഇടക്ക് തലപ്പാ ഊരി വെച്ച് നിസ്കരിക്കുന്ന സുജൂദ് എന്ന ഭാഗത്ത് ഊരി വെച്ച് നിസ്കരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകാൻ പിന്നെ തലമറക്കല് അത്ര പ്രാധാന്യമുള്ള കാര്യമല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോ ഈ എനിക്കറിയില്ല, അവരങ്ങ് പോസ്റ്റ് ചെയ്താണ് ഇബ്നു അസാക്കിർ റിപ്പോർട്ട് ചെയ്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു തരാമോ? നബിതങ്ങൾ ഇടക്ക് തലപ്പാ ഊരി നിസ്കരിക്കുമായിരുന്നു, അതെന്തിനാണെന്ന് ഒന്ന് വിശദീകരിക്കും. അത് ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി തങ്ങളുടെ റിപ്പോർട്ടിനെ പറ്റി അൽബാനി അദ്ദേഹത്തിന്റെ തമാമുൽ മിന്ന ആ ഹദീസ് പറഞ്ഞുകൊണ്ട് തലമറക്കലിനെ എതിർക്കുന്നവർക്ക് മുജാഹിദുകളുടെ ഏറ്റവും വലിയ അവരേറ്റവും ആദരിക്കുന്ന പണ്ഡിതൻ നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ തമാമുൽ മിന്നയിൽ മറുപടി പറയുന്നുണ്ട്. അൽബാനി പറയാണ്, അൽ ഹദീസ് ലാ യസിഹുൽ ഇസ്തിദ്ലാലു ബിഹി, ആ ഹദീസ് തെളിവ് പിടിക്കാൻ പറ്റുന്ന ഹദീസല്ല. അലൽ കശ്ഫി ലിവജ്ഹൈനി, തല തുറന്നിടലിന് അതിന് രണ്ട് ന്യായങ്ങൾ ഉണ്ട്. ഒന്ന് അത് വഈഫാണ്, രണ്ടാമത്തത് അനഹു ലൗ സഹ, അഥവാ സ്വഹീഹാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ അത് നിരുപാധികം അങ്ങനെ തല തുറന്നിടാനുള്ള അതിന് തെളിവല്ല. ഇത് പറയാം, വല്ലദീ അറാഹു ഫീ ഹാദൽ മസ്അലത്തി, ഞാൻ ഈ മസലയിൽ കാണുന്നത് അന്ന സ്വലാത്ത് ഹാസിറുർ റഅസി മക്റൂഹ, തല തുറന്നിട്ട് നിസ്കരിക്കൽ മക്റൂഹാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കി ഭാഗങ്ങൾ വായിച്ചാൽ കാണാം അത് ഈ ഇസ്ലാമിന്റെ എതിരാളികളുടെ പരിപാടിയാണെന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്.